ബിഗ് ബോസിൽ വഴക്കിനെ തുടർന്ന് ജിൻഡോ പൊട്ടിക്കരയുകയാണ് കൺഫഷൻ റൂമിൽ. ബിഗ് ബോസ് വിളിച്ചതിനെ തുടർന്ന് സംഭവം ഇതാണ്. രാവിലെ ക്യാപ്റ്റനായി ജോയിൻ ചെയ്ത ജാൻമണിക്ക് ചായ കൊടുത്തില്ല എന്നുള്ള വിഷയത്തിൽ തുടർന്നൊരു ഫൈറ്റ് അവിടെ നടന്നായിരുന്നു. അർജുനാണ് ആ ചായ നിരസിച്ചത്. അതിനെ തുടർന്നൊരു സംസാരം നടന്നു. പിന്നീട് അതിനുശേഷം ഉണ്ടായത് റസ്മിനും ജിൻഡോയും തമ്മിലായിരുന്നു. റസ്മിനും ജിൻഡോയും ആദ്യം പവർ ടീമിൽ കയറിയ സമയത്ത് ഒരു റൂള് കൊണ്ടുവന്നായിരുന്നു. ടേബിളിൻ്റെ അടുത്തിരുന്ന് എല്ലാവരും ഒത്തു വേണം ഭക്ഷണം കഴിക്കാനെന്ന്. എന്നാൽ റസ്മിൻ അവിടെ നിന്ന് മാറിയിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നതിനെ തുടർന്നൊരു ഫൈറ്റ് അവിടെ ഉണ്ടാവുകയായി. അതിനുശേഷം ഒരു പണിഷ്മെൻറ്റ് കിട്ടുകയാണ് ജിൻഡോയ്ക്ക്. ജിൻഡോയോട് പറഞ്ഞു ഫ്ലോർ ക്ലീനിങ് ഫുള്ള് ജിൻഡോ ചെയ്യണമെന്ന്. അങ്ങനെ ജിൻഡോ ചെയ്യാൻ വേണ്ടി ജിൻഡോ ചായ കുടിക്കാതെ ചെയ്യാൻ പറ്റില്ല, ചായ കുടിച്ചിട്ടേ ചെയ്യൂ എന്ന് അർജുനോട് പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ, എങ്കിൽ പിന്നെ ഞാൻ ചായ കുടിക്കേണ്ടേ, എന്നാൽ ഞാൻ കുടിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ കുടിക്കേണ്ട, അവിടെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യൂ എന്ന് പറഞ്ഞ് അർജുൻ ജിൻഡോയുടെ അടുത്ത് സംസാരിക്കുകയും ജിൻഡോ ചായ കുടിക്കാതെ വന്ന് ഫ്ലോർ ക്ലീനിങ് ചെയ്യുകയും ചെയ്തു. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അർജുനും ഗബ്രിയും അതിനിടയ്ക്ക് കയറി നടക്കുന്നു എന്നുള്ള വിഷയത്തെ തുടർന്ന് അവിടെ വഴക്കാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയിൽ എത്തുന്ന രീതിയിൽ സംസാരിച്ചു. ദേഹത്ത് തട്ടി സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജിൻഡോ കൺഫഷൻ റൂമിലേക്ക് കയറി വരിക എന്ന്. കൺഫഷൻ റൂമിൽ ചെന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, നിങ്ങൾ ഇവിടെ നടന്ന ഫിസിക്കൽ അസാൾട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, റോക്കിയും സിജോയും തമ്മിൽ, എന്തിനാണ് ഇങ്ങനെ കയ്യാങ്കളിക്ക് മുതിരുന്നത്, വാക്ക് തർക്കങ്ങളൊക്കെ ആവാം, പക്ഷേ അത് കയ്യാങ്കളിയിൽ എത്തരുത് എന്ന് പറയുന്നു. ഇതിനെ തുടർന്ന് ബിഗ് ബോസിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ് ജിൻഡോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ആരുമായിട്ട് തല്ലുകൂടാൻ നിന്നതല്ല, പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സഹിക്കില്ല എന്നും പറഞ്ഞ് ബിഗ് ബോസിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.